ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരത്തെ പാഴാക്കുന്ന ആളുകൾക്ക് സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് കൂടുതൽ സ്ഥാനം കൊടുത്ത് നിസ്കാരത്തെ രണ്ടാം സ്ഥാനത്തേക്കാക്കുന്ന ആളുകൾ, അവരെ കാത്തിരിക്കുന്നത് ഗയ്യ് അസാം എന്ന് പറയുന്ന നരകത്തിന്റെ രണ്ട് താഴ്വാരങ്ങളാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ സൂറത്ത് മറിയമിൽ കാണപ്പെടുന്ന ആയത്തിനെ ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. പിൽക്കാലത്ത് വരാനിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ അങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട്. ലോകാവസാനത്തിന്റെ അടയാളമാണ് അത്തരം ആളുകൾ. അവർ സ്വന്തം ശരീരത്തിന്റെ താല്പര്യത്തെയും ആഗ്രഹത്തെയും പ്രാധാന്യം കൊടുത്ത് നിസ്കാരത്തെ പാഴാക്കി കളയുകയാണ്. അവർ ചെന്ന് ചേരേണ്ടത് ഗയ്യ് എന്ന് പറയുന്ന നരകത്തിലാണ്. മറ്റൊരു ആയത്തിന്റെ ഭാഗവും കൂടി ചേർത്ത് വെക്കുമ്പോൾ അസാം എന്ന് പറയുന്ന ഭാഗത്തും കൂടിയാണ് അവർ എത്തിപ്പെടുക. ഏതായാലും ഭീകരമായ നരകത്തിന്റെ ഈ രണ്ട് അവസ്ഥകളെ ഖുർആൻ പരിചയപ്പെടുത്തി. നിസ്കാരത്തെ പാഴാക്കുക എന്നത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മനുഷ്യരിൽ സംഭവിച്ചു പോയിട്ടുണ്ടാവും. അതിന് കാരണം പറയും തിരക്ക് എന്ന്. തിരക്കുകൾ എന്ന് നാം കാണുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ തിരക്കായിക്കൊണ്ട് റബ്ബ് പരിഗണിച്ചോളണമെന്നില്ല. നമ്മൾ കാണുന്ന തിരക്ക് ഒരു വീട് പാർക്കലുമായി ബന്ധപ്പെട്ട് പുരയിടം അടിച്ചു മാറിയതിന്റെയോ അല്ലെങ്കിൽ മുറ്റം വൃത്തിയാക്കിയതിന്റെയോ അല്ലെങ്കിൽ എല്ലാവരും കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ നേരം പോയതിന്റെയോ ഓരോ കാരണങ്ങളായിരിക്കും നമ്മുടെ തിരക്ക് എന്ന് പറഞ്ഞ് നാം പ്രാധാന്യം കൊടുത്ത് നിസ്കാരത്തെ രണ്ടാം സ്ഥാനത്തേക്കാക്കി നിസ്കാരം ഖളാ ആക്കിയ കാര്യകാരണങ്ങൾ. ഇത് അള്ളാഹു പരിഗണിച്ചുകൊള്ളണമെന്നില്ല. ആദ്യ സന്ദർഭത്തിൽ അവസരമുണ്ടായപ്പോൾ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് പിന്തിപ്പിക്കുകയും യാദർച്ഛികമായി കുറച്ചുകൂടി കഴിഞ്ഞ നേരത്ത് വീണ്ടും അസൗകര്യം നേരിടേണ്ടി വന്നപ്പോൾ നിസ്കാരം ഖളാ ആകുന്ന അവസ്ഥയിലെത്തുകയും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. നിസ്കാരത്തെ പാഴാക്കിയ അവസ്ഥകൾ നമ്മളിൽ വന്നു പോയിട്ടുണ്ട്. അള്ളാഹു പുറത്തു തരട്ടെ. അപ്പൊ ഏതായാലും നിസ്കാരത്തെ പാഴാക്കിയത് നമ്മുടേതായ താല്പര്യങ്ങളുടെ പേരിലാണ് എങ്കിൽ നമുക്ക് ഗയ്യ് അസാം എന്ന് പറയുന്ന നരകം ഉണ്ടെന്നാണല്ലോ കാരുണ്യവാനായ അള്ളാഹു പറഞ്ഞത്. അവന്റെ കാരുണ്യത്തിലേക്ക് അത്ര കണ്ട് റബ്ബ് അവന്റെ കാരുണ്യത്തെ പരിമിതപ്പെടുത്തുകയല്ല, കാരുണ്യത്തിലേക്ക് വീണ്ടും അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കാരം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു തൗബ ചെയ്താൽ മതിയെന്ന്. തൗബ ചെയ്യുകയും വീണ്ടും നല്ലോണം അമല് ചെയ്താൽ അള്ളാഹു പുറത്തു തരും എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നല്ല, സ്വർഗത്തിൽ അള്ളാഹു എത്തിക്കുമെന്ന്. സർവശക്തനായ അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. നിസ്കാരത്തെ പാഴാക്കിയവർക്ക് ഗയ്യ് അസാം എന്ന നരകമുണ്ട്. ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന ശൈആ. അബദ്ധം പറ്റി നിസ്കാരത്തെ പാഴാക്കിയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തവർക്കൊഴിച്ച് തൗബ ചെയ്തവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഖുർആൻ. തൗബ ചെയ്തു പിന്നെയും ഖളാ ആക്കല്ല ചെയ്തത്. വആമന, തൗബ കഴിഞ്ഞപ്പോ മനസ്സിന്റെ അകത്തേക്ക് വല്ലാത്ത ഒരു ഈമാൻ കടന്നു വന്നു. വീണ്ടും ഉത്സാഹത്തോടുകൂടെ താല്പര്യത്തോടെ സന്തോഷത്തോടെ അമലു സ്വാലിഹാത്ത് ചെയ്യാനും കഴിഞ്ഞു. ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണെന്ന് ഖുർആൻ. വലാ യുദ്ലമൂന ശൈആ, അവർക്ക് അവകാശപ്പെട്ട ഒരു അമലും അല്ലാഹു അപഹരിക്കൂല എന്ന് ഖുർആൻ. അല്ലാഹു നമ്മുടെ അബദ്ധങ്ങളൊക്കെ പുറത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ തൗബകളൊക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ മനസ്സിൽ തോന്നിയ ഖേദങ്ങൾക്ക് അല്ലാഹു കൂലി നൽകട്ടെ. നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു അമലാണ്. മഹാന്മാരായ പൂർവികരായ അമ്പിയാക്കൾ അവരുടെ സമൂഹത്തോട് പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഈ സമൂഹത്തെ കുറിച്ച് ഒരു ധാരണ കൊടുത്തിട്ടുണ്ട്. എന്തിനാണത്? അവരുടെ തലമുറകൾ കഥ പറഞ്ഞ് അവസാനം ഈ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിലെ ഒരംഗം ആകും വിധം
മുൻകാല പ്രവാചകന്മാർ വരാനിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയ സമൂഹത്തിന്റെ പിന്നിൽ വരാനിരിക്കുന്ന തലമുറയിൽ അന്ന് നബി പറഞ്ഞു കൊടുത്തത് എത്തുകയാണ് എങ്കിൽ ഈ മതത്തിന്റെ അംഗമാവാൻ അത് കാരണമാവാം. അതുകൊണ്ട് മുൻഗാമികൾക്ക് നിർബന്ധമായിരുന്നു പിൻഗാമികളായ അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സമൂഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നത്. അങ്ങനെ എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞിട്ടുമുണ്ട്, പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഖുർആനിൽ എത്ര ആയത്താ? റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്. തന്റെ സമൂഹത്തോട് പറയുകയും വരാനിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് തന്റെ സമൂഹത്തിനെ ധരിപ്പിക്കുകയും വരാനിരിക്കുന്ന സമൂഹത്തിൽ ഒരു പ്രവാചകത്വ നിയോഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉരുവിടുകയും ചെയ്ത മഹാനാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. അപ്പൊ മുൻഗാമികളായ നമ്മുടെ പൂർവികരായ അമ്പിയാക്കൾ അവരുടെ സമൂഹത്തിന് ഈ സമൂഹത്തെക്കുറിച്ചും ഈ സമൂഹത്തിന്റെ നബിയെക്കുറിച്ചും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ധാരണ പഠിപ്പിച്ചു വച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ പല പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ ഈ ധാരണ പഠിപ്പിച്ചു കൊടുത്ത് പല പാഠങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരുടെ സമൂഹത്തിൽ. അവിടെ കാണാം, മഹാനായ ദാനിയാൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു മഹാനായ നബിയെ കുറിച്ച് ചരിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. സ്വഹാബി പ്രമുഖനായ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. ഈ ദാനിയാൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മഹാനായ നബിതങ്ങൾ അദ്ദേഹം വരും കാലത്തെ പിൽക്കാലത്തെ അവസാന കാലഘട്ടത്തിന്റെ നബിയെ കുറിച്ചും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സമൂഹത്തെക്കുറിച്ചും സ്വന്തം സമൂഹത്തോട് പരിചയപ്പെടുത്തിയപ്പോൾ അന്ന് പറഞ്ഞത് യുസല്ലൂന സ്വലാ, അവസാന കാലഘട്ടത്തിന്റെ സമൂഹത്തിൽ അല്ലാഹു ഒരു നിസ്കാരം കൊടുത്തിട്ടുണ്ട്. ലൗ സ്വല്ലഹാ ഖൗമു നൂഹിൻ മാ ഉഗ്രിഖൂ, ആ നിസ്കാരം അതേ വ്യവസ്ഥയിൽ തന്നെ നൂഹ് നബിയുടെ ജനത അന്ന് നിർവഹിച്ചിരുന്നുവെങ്കിൽ അന്ത്യപ്രവാചകന്റെ സമൂഹം ചെയ്യുന്ന അതേ വ്യവസ്ഥയിൽ തന്നെ അതേ രീതിയിൽ തന്നെ 14 ഫർളുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള രൂപത്തിലും കോലത്തിലും നൂഹ് നബിയുടെ ജനത അന്ന് ചെയ്തിരുന്നുവെങ്കിൽ മാ ഉഗ്രിഖൂ, ആ ജലപ്രളയത്തെ അതിജയിക്കാനുള്ള ശക്തി അള്ളാഹു ആ നിസ്കാരം കൊണ്ട് നൂഹ് നബിയുടെ ജനതയ്ക്ക് നൽകുമായിരുന്നു എന്നാണ് ഈ നബി അദ്ദേഹത്തിന്റെ ദാനിയാൽ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയെ ഉദ്ബോധിപ്പിച്ചത്. അപ്പൊ നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ ജലപ്രളയം പോലെയുള്ള ഒരു ദുരന്തം വരുന്നു ഈ സമൂഹത്തിലെങ്കിൽ അത് മതഭേദമന്യേ എല്ലാവർക്കും ആണല്ലോ ദുരന്തം വരാം. അതിനെ തടഞ്ഞു നിർത്താൻ ഈ സമൂഹത്തിലെ നിസ്കാരക്കാരുടെ ആ നിസ്കാരം കൊണ്ട് കഴിയും എന്നാണ് മുൻകാല പ്രവാചകന്മാർ അവരുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത്. ലൗ സ്വല്ലഹാ ഖൗമു ആദിൻ മാ ഉർസിലത അലൈഹിമുർ റീഹുൽ അഖീം, ആദ് സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചത് തുടരെയുള്ള തണുത്തതും ചൂടുള്ളതുമായ കാറ്റുകളെ ഒരാഴ്ചയോളം ഇങ്ങനെ അല്ലാഹു തുടർത്തി കൊടുത്തപ്പോഴാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ വളരെ ആരോഗ്യമുള്ള സമൂഹം പോലും വളരെയധികം പ്രയാസത്തിൽ ഏർപ്പെട്ട് അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് അവർ മരണപ്പെട്ടു പോയി. ആദ്യ സമൂഹത്തിന് ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കുമായിരുന്നില്ല. അവസാന കാലഘട്ടത്തിന്റെ സമൂഹത്തിൽ വ്യവസ്ഥാപിതമായി നടന്നു പോകുന്ന നിസ്കാരത്തെ ആദ്യ സമൂഹത്തിൽ ഉണ്ടായി അള്ളാഹു സ്ഥാപിച്ചിരുന്നുവെങ്കിൽ എന്ന്. പിന്നെ പറയുന്നു വലൗ സല്ലഹാ ഖൗമു സമൂദ മാ ഖദത്തുഹുമുസ് സ്വൈഹാ, സമൂദ് വിഭാഗം ഈ പ്രപഞ്ചത്തിന്റെ വലിയ അട്ടഹാസം കൊണ്ടൊരു കുലുക്കം കൊണ്ടാണ് നശിച്ചത്. അവർക്കും ആ ദുരന്തത്തെ ആ പ്രകൃതിക്ഷോഭത്തെ അവർക്ക് തടഞ്ഞു നിർത്താൻ അവസാന കാലഘട്ടത്തിന്റെ സമൂഹം അവർ ചെയ്തു പോരുന്ന നിസ്കാരമെങ്ങാനും ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. ഈ സംഭവം ഉദ്ധരിക്കുന്ന സ്വഹാബി പ്രമുഖനായ ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സമൂഹമേ, സമുദായമേ, അലൈക്കും ബിസ്സലാഹ്, നിങ്ങൾ നിസ്കാരത്തെ വളരെ ഗൗരവത്തോടുകൂടെ കൊണ്ടു നടക്കണേ. ഫഇന്നഹാ ഖുലുഖുൽ മുഅ്മിനീൻ,
നിസ്കാരം മോമിനീങ്ങളുടെ സ്വഭാവമാ. അള്ളാഹു നമുക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, റബ്ബ് നമ്മെ മോമിനീങ്ങളിൽ ചേർക്കട്ടെ. വലിയ ഗൗരവം തന്നെയാണ് നിസ്കാരം. എന്റെ സമൂഹത്തിന് കണ്ടോ, മഹാനായ ലൈസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മർഫൂആയ ഒരു ഹദീസ് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, എന്റെ സമൂഹത്തിന് അല്ലാഹു കരുണ ചെയ്തു. എന്റെ സമൂഹത്തെ തൊട്ട് അല്ലാഹു വലിയ വലിയ ദുരന്തങ്ങളെ പിടിച്ചു നിർത്തി. അതിന് ചില കാരണങ്ങൾ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങളാണ്. എന്റെ സമൂഹത്തിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും പ്രത്യേകമായ കരുണ ഉണ്ടാവാൻ അള്ളാഹു പരിഗണിച്ചിരിക്കുന്നത് 4 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം കേട്ടോ, ബി ഇഖ്ലാസിഹിം. എന്റെ സമൂഹത്തിൽ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ട്, അവരെ പരിഗണിച്ചത് കൊണ്ടാ. എന്റെ സമൂഹത്തിൽ ഇഖ്ലാസുള്ള കുറെ മനുഷ്യന്മാരുണ്ട്, അള്ളാഹു അവരിൽ നമ്മെ ചേർക്കട്ടെ. പിന്നെ പറഞ്ഞു, രണ്ടാമത്തെ കാരണം വദ്ദുആഇഹിം. എന്റെ സമൂഹത്തിൽ നിരന്തരമായി റബ്ബിനോട് ദുആ ചെയ്യുന്ന വളരെ നല്ല മനുഷ്യന്മാരുണ്ട്. ദുആ എന്ന അമൽ കൊണ്ട് നടക്കുന്നവർ, ദുആ വർദ്ധിപ്പിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. 2 കാര്യം. എന്റെ സമൂഹത്തിന് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം ഉണ്ടാവാൻ റബ്ബ് പരിഗണിച്ചിട്ടുള്ള 3ാമത്തെ കാരണം വല്ലുഅഫാഇഹിം. എന്റെ സമൂഹത്തിൽ ഒരുപാട് നിരാലംബരും പാവങ്ങളുമുണ്ട്, അവരോട് റബ്ബിന് തോന്നിയ അനുകമ്പയാണ് എന്റെ സമൂഹത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം, അവന്റെ സ്നേഹം പ്രത്യേകം ഉണ്ടാവാൻ കാരണം. എന്റെ സമൂഹത്തോട് അല്ലാഹുവിന് പ്രത്യേകമായ താല്പര്യവും കരുണയും ഉണ്ടാവാൻ കാരണം 4ാമത്തേത് റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സമൂഹത്തിൽ നിസ്കാരമുണ്ടേ. നിസ്കാരം എന്റെ സമൂഹത്തിലുണ്ട്. അതിന്റെ ഗൗരവം അതാ. ഈ പ്രപഞ്ചം പിടിച്ചു കുലുക്കാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആരൊക്കെയോ എവിടേക്കോ നിസ്കരിക്കുന്നു എന്നുള്ളതാ. റബ്ബിന്റെ ഒരു തണല് നമുക്ക് കിട്ടല്ലേ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്താ, നിസ്കാരം കൊണ്ട് ഇത്രയും വലിയൊരു കാര്യമൊക്കെ നടക്കും? നിസ്കാരം കൊണ്ട് നടക്കും. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് തന്നെയുണ്ട്, എല്ലാവരും തമ്മാടികളല്ലല്ലോ, കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ടല്ലോ. ആ നല്ല മനുഷ്യന്മാരെ അള്ളാഹു പരിഗണിക്കുന്നു എന്നത് വലിയൊരു ആനുകൂല്യം. ആ പരിഗണന ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ തകരാതെ നിൽക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗലാ ദഫഉല്ലാഹിൻ നാസ ബഅദഹും ബിബഅദിൽ ലഫസദത്തിൽ അർളു വലാകിന്നല്ലാഹ ദൂ ഫദ്ലിൻ അലൽ ആലമീൻ. ജനങ്ങളിൽ ചിലരെ അള്ളാഹു പരിഗണിച്ചത് കൊണ്ടാണ് ചിലർക്ക് ആപത്ത് വരാതെ അള്ളാഹു തടഞ്ഞു നിർത്തിയതെന്ന് ഖുർആൻ. ചിലരെ പരിഗണിച്ചപ്പോൾ ചിലർക്ക് വരേണ്ട ബുദ്ധിമുട്ടുകളെ അള്ളാഹു പരിഗണിച്ചവരെ മാനിച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാതിരുന്നത്. ചിലരെ കൊണ്ട് ചിലരെ അള്ളാഹു പ്രതിരോധിച്ചു. അങ്ങനെ റബ്ബ് പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ, അതായത് ആ ചിലർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർളു, ഈ ഭൂമി ആകെ നാശമാകുമായിരുന്നു. വലാകിന്നല്ലാഹ ദൂ ഫദ്ലിൻ അലൽ ആലമീൻ. ലോകത്തുള്ള എല്ലാവരോടും അല്ലാഹു വളരെ ഔദാര്യം ചെയ്തവനാണെന്ന് ഖുർആൻ. ഈ ആയത്തിന് ധാരാളം തഫ്സീർ കാണാം. ഇബ്നു കസീർ, ഖുർത്തുബിയൊക്കെ ഉദ്ധരിക്കുന്ന തഫ്സീറിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. മഹാനായ ഇബ്നു ഉമർ തങ്ങളെ തൊട്ട് നിവേദനം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ ലയദ്ഫഉ ബിൽ മുസ്ലിമി സ്സാലിഹി അം മിഅത്തിൻ മിൻ അഹ്ലി ബൈത്തിൻ മിൻ ജീറാനിഹിൽ ബലാ. പടച്ച റബ്ബേ, എന്തൊരു വർത്താനത്! തീർച്ചയായും അല്ലാഹു ഒരു സ്വാലിഹായ മനുഷ്യനെ കൊണ്ട് തടഞ്ഞു നിർത്തും. അം മിഅത്തിൻ മിൻ അഹ്ലി ബൈത്തിൻ മിൻ ജീറാനിഹി. ഈ സ്വാലിഹായ മനുഷ്യന്റെ അയൽവാസികളിലെ 100 കുടുംബത്തെ അള്ളാഹു തടഞ്ഞു നിർത്തും. ആ 100 കുടുംബത്തിന് അള്ളാഹു പ്രതിരോധം നൽകും. അൽ ബലാ,
ലോകത്ത് അവർക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും ഒരു സാലിഹായ മനുഷ്യന്റെ അയൽവക്കത്ത് താമസിക്കാൻ കഴിയുന്ന 100 വീട്ടുകാർക്ക് അല്ലാഹു തടഞ്ഞു നിർത്തും. ഈ മനുഷ്യനെ പരിഗണിച്ചതിന്റെ പേരിലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞ ഉടനെ നമ്മൾ നേരത്തെ ഓതിയ ആയത്ത് സൂറത്തുൽ ബഖറയുടെ 251 ആയത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയുണ്ടായി. വലൗലാ ദഫഉല്ലാഹി നാസ ബഅലഹും ബിബഅലിൽ ലഫസദത്തിൽ അർദ് വലാകിന്നല്ലാഹ ദൂ ഫളിൻ അലൽ ആലമീൻ. അല്ലാഹു ഈ ആയത്ത് കൊണ്ട് നമുക്ക് ഉപകാരം നൽകട്ടെ. റബ്ബ് നമ്മുടെ ജീവിതത്തിൽ ഇത് പാഠമാക്കി തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇമാം ഖുർത്തുബി തുടർന്ന് പറയുന്നുണ്ട് ഒരു കവിത, രസകരമായ ഒരു കവിത. ലൗലാ ഇബാദുൽ ലില്ലാഹി റുക്കഉ വസ്ബിയത്തും മിനൽ തമാറുല്ലഉ വമുഹ്മിലാത്തും ഫിൽ ഫലാത്തി റുത്തഉ സുബഅലൈകുമുൽ അദാബുൽ ഔജഉ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് റുകൂഉ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ മുലപ്പാല് കുടിക്കുന്ന അമ്മിഞ്ഞ കുടിക്കുന്ന യതീമായ കുഞ്ഞിളം പ്രായക്കാർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, അതുപോലെ പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന മിണ്ടാ പ്രാണികളായ നാൽക്കാലികളും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, സുബ്ബഅലൈകുമുൽ അദാബുൽ ഔജഉ, വേദനാജനകമായ ശിക്ഷ നിങ്ങളിലേക്ക് ഭവിക്കുമായിരുന്നുവത്രേ. അല്ലാഹു സ്വാലിഹീങ്ങളുടെ നിസ്കാരം കൊണ്ട് ഇവിടെ വലിയ വലിയ ആപത്തുകൾ തടഞ്ഞു നിർത്തുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ കയ്യൂക്കുകൊണ്ടും നമ്മുടെ മിടുക്കുകൊണ്ടും നമ്മുടെ പ്രാപ്തി കൊണ്ടും നമ്മുടെ എല്ലാ സ്വാധീനങ്ങൾ കൊണ്ടുമാണ് നമ്മൾ തകരാതെ ഈ പ്രപഞ്ചം ഉടയാതെ ഉലയാതെ നിൽക്കുന്നതെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത് കണ്ടോ? സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം ഹദീസ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് പഠിപ്പിക്കാം, ഫൈദാ ജലസ അഹദുകും ഫിസ്സലാഹ്, നിങ്ങളിൽ ഓരോരുത്തരും നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിന് വേണ്ടി ഇരിക്കാറുണ്ടല്ലോ. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ പറയേണ്ടത് അത്തഹിയ്യാതു ലില്ലാഹി വസ്സലാത്തു വത്തയ്യിബാതു അത്തഹിയ്യാതു ലില്ലാഹി വസ്സലാത്തു വത്തയ്യിബാതു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അതായത് അത്തഹിയ്യാത്തിന്റെ ലഫ്ളുകളിൽ വാജിബായ ലഫ്ളുകളുമുണ്ട്, സുന്നത്തായ ലഫ്ളുകളുമുണ്ട്. ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് വാജിബായ ലഫ്ളുകൾ മാത്രം. നമ്മൾ ഓതുന്ന അത്തഹിയ്യാത്തിന്റെ രൂപത്തിലേക്ക് എത്തിയത് അതിനോട് ചേർത്ത് വെക്കേണ്ട സുന്നത്തായ ലഫ്ളുകളും കൂടി കൂടുമ്പോഴാണ്. അപ്പൊ എന്തായാലും അത്തഹിയ്യാത്തിന്റെ വചനങ്ങൾ ഒരാൾ ഉരവിടുമ്പോൾ അള്ളാഹുവിനാണ് എല്ലാ അഭിവാദ്യങ്ങളും എന്ന് പറഞ്ഞു തുടങ്ങുന്ന അത്തഹിയ്യാത്തിന്റെ വചനങ്ങൾ പറഞ്ഞിങ്ങനെ പോരുമല്ലോ. അപ്പോൾ പറയും ഫൈന്നഹു ഇദാ ഖാല ദാലിക, ഇത് പറയൂല അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ, അള്ളാഹുവിന്റെ രക്ഷ ഈ ഓതുന്ന ഞങ്ങളിലും, അതായത് അത്തഹിയ്യാത്ത് ഓതുന്ന ഈ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരിലും അള്ളാഹുവിന്റെ എല്ലാ സ്വാലിഹീങ്ങളായ മറ്റു അടിമകളിലും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് തങ്ങളുടെ പറയലോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അസ്വാബ കുല്ല അബ്ദിൻ സ്വാലിഹിൻ ഫിസ് സമാഇ വൽ അർളി, ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ സ്വാലിഹീങ്ങളായ അടിമകൾക്കും ഈ അത്തഹിയ്യാത്തിന്റെ പ്രാർത്ഥന എത്തി എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിസ്കാരത്തിന്റെ ഈ പവർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അത്തഹിയ്യാത്തിന്റെ രംഗത്താണ്. അത്തഹിയ്യാത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുന്ന ഒരു സന്ദർഭം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിസ്കാരം ഒരു മനുഷ്യ ജീവിതത്തിൽ വലിയ കാവലാണ് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കാം. ഇനി മറ്റൊരു ഗൗരവകരമായ ഒരു വിഷയമാണ് ഇനി സൂചിപ്പിക്കാനുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 5 വഖത്ത് നിസ്കാരത്തിൽ അലംഭാവം കാണിച്ചാൽ 5 വഖത്തിന് ഓരോ വഖത്ത് നിസ്കാരത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് എന്നതുകൂടി നാം മനസ്സിലാക്കാം. അലംഭാവം കാണിക്കുമ്പോൾ ആ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകതകൾ നമുക്ക് നഷ്ടമാവുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ വിശ്രുതമായ ഒരു ഹദീസ് നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴോ നമ്മൾ മുമ്പ് ഇത് പറഞ്ഞു പോയിട്ടുണ്ട്. ആ ഹദീസ് ഒന്നുകൂടി പറയാം. വലിയ ഗൗരവമുള്ള
വളരെ ചെറിയ പാഠങ്ങൾ മുതൽക്ക് നമ്മുടെ മദ്രസ തലങ്ങളിലൊക്കെ ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നുണ്ട്. ഹബീബ് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മല്ലം യുസല്ലി സ്വലാത്തൽ ഫജ്ർ, ആരെങ്കിലും സുബഹി നിസ്കരിക്കുന്നില്ല എങ്കിൽ 5 ദുരന്തങ്ങളാ വരാൻ പോകുന്ന, 5 ഇടങ്ങേറുകൾ. 5 വഖത്ത് നിസ്കാരത്തിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുമ്പോൾ, ആ വഖത്ത് ഒഴിവാക്കിയപ്പോൾ അതിനോടനുബന്ധമായ ഒരു ഇടങ്ങേർ വരാനുണ്ട്. 5 വഖത്ത് നിസ്കാരം ഒരാൾ ശ്രദ്ധിക്കണം. ആരെങ്കിലും സുബഹി നിസ്കാരം ഒഴിവാക്കുന്നുവെങ്കിൽ ലം യകും ഫീ റിസ്ഖിഹി ബറക, അവന്റെ ജീവിത ആവശ്യങ്ങളിൽ ബറക്കത്ത് ഇല്ല. വമൻ ലം യുസല്ലി സ്വലാത്തൽ ളുഹ്രി, ആരെങ്കിലും ളുഹർ നിസ്കരിക്കുന്നില്ലെങ്കിൽ ലം യകും ഫീ വജ്ഹിഹി നൂർ, അവന്റെ മുഖത്ത് വിശ്വാസത്തിന്റെ ഈമാന്റെ ഒരു ഐശ്വര്യത്തിന്റെ പ്രകാശം ഉണ്ടാവൂല. വമൻ ലം യുസല്ലി സ്വലാത്തൽ അസ്രി, ആരെങ്കിലും അസ്ർ നിസ്കാരം ഒഴിവാക്കുന്നുവെങ്കിൽ ലം യകും ഫീ അഅ്ളാഇഹി ഖുവ, അവന്റെ അവയവങ്ങളിൽ ആരോഗ്യമുണ്ടാവൂല. റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അസ്ർ നിസ്കാരം ആഫിയത്തിനുള്ളതാണ്. വലം യുസല്ലി സ്വലാത്തൽ മഗ്രിബി, ആരെങ്കിലും മഗ്രിബ് നിസ്കരിക്കുന്നില്ല എങ്കിൽ ലം യകും ഫീ തുആമിഹി ലദ്ദ, അവന്റെ ഭക്ഷണത്തിൽ അവന് തൃപ്തി ഉണ്ടാവൂല. വമല്ലം യുസല്ലി സ്വലാത്തൽ ഇശാ, ആരെങ്കിലും ഇശ നിസ്കാരം ഒഴിവാക്കുന്നുവെങ്കിൽ ലം യകും മുഅ്മിനൻ ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവനെ മൂമിൻ എന്ന് വിളിക്കൂല, അവൻ മൂമിനല്ല. ഈ 5 ദുരന്തങ്ങൾ, ഈ 5 നഷ്ടങ്ങളാണ്. 5 വഖത്ത് നിസ്കാരം ഒഴിവാക്കുമ്പോൾ 5 തരത്തിലുള്ള നഷ്ടങ്ങളാണ് വരാനുള്ളത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 5 വഖത്തിലെ ഓരോ വഖത്തിനും ഓരോ തരത്തിലുള്ള നഷ്ടം. ഇബ്ലീസ് പോലും ലജ്ജിച്ചു പോയത് നിസ്കരിക്കാത്തവന്റെ കാര്യത്തിൽ. ഇബ്ലീസ് പോലും എത്ര വഴല ലോകത്ത് നടന്നിട്ടുള്ളത് നിസ്കാരത്തെ സംബന്ധിച്ച്. നിസ്കാരം തുടങ്ങുക എന്നുള്ളത് വലിയ സാഹസിക, തുടങ്ങിയത് നിലനിർത്തുക എന്നത് വേറൊരു സാഹസിക, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് സമയം പാലിക്കുക എന്നത് അതിലേറെ സാഹസിക. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് എന്തോരം കടന്നു ചെന്നാലാണ് നിസ്കാരത്തിലെ ഹൃദയ സാന്നിധ്യം. നിസ്കാരം വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ എന്ന് ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. ചരിത്രത്തിൽ കാണാം, ചില ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്, വേഷപ്രച്ഛന്നനായി ഇബ്ലീസ് ഒരാളുടെ കൂടെ കൂടിയത്രേ. ഇബ്ലീസ് ഒരിക്കൽ വേഷപ്രച്ഛന്നനായ ഒരു മനുഷ്യന്റെ കൂടെ കൂടി. ആ മനുഷ്യന്റെ കൂടെ കൂടി ഇബ്ലീസ്, അയാൾ ഇങ്ങനെ യാത്ര പോണേ, ഇബ്ലീസ് കൂടെ കൂടി. അയാൾക്ക് ഇത് ഇബ്ലീസ് ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. യാത്രവേളയിൽ വലം യുസല്ലി റജുലുൽ ഫജറ വൽ ളുഹറ വൽ അസ്റ വൽ മഗ്രിബ വൽ ഇശാ, ഈ മനുഷ്യൻ ജനങ്ങൾ ഒഴിഞ്ഞ ഭാഗത്ത് തന്നെ ആരും തിരിച്ചറിയുന്നില്ല എന്ന് കണ്ടുകൊടുത്ത് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നാട്ടിൽ വെച്ച് നിസ്കരിച്ചുകൊണ്ടിരുന്നത്. യാത്രയിൽ തന്നെ അറിയാത്ത ആളുകളുടെ ഇടയിൽ എത്തിയപ്പോ ഇയാൾ നിസ്കാരം പാടെ ഉപേക്ഷിച്ചു. ആ അന്നത്തെ ഫസ്റ്റ് ദിവസത്തെ 5 വഖത്തും അയാൾ നിസ്കരിച്ചില്ല എന്ന് മാത്രമല്ല, ഫലമ്മാ സാറ വഖത്തുൽ മനാമി, ഉറങ്ങാൻ നേരമായപ്പോൾ ആ മനുഷ്യൻ ഉറക്കത്തിന്റെ കാര്യങ്ങളിലേക്ക് കൂടിയപ്പോൾ, അതുവരെ കൂടെ യാത്ര ചെയ്ത ആ വേഷപ്രച്ഛന്നനായ വ്യക്തി ഫഹറുബ ശൈത്താൻ മിൻഹു, ഇയാൾ ഉറങ്ങാൻ കയറിയപ്പോ മറ്റേ ആള് ഒറ്റ ഓട്ടം കൊടുത്തു. ഫഖാല റജുലു ലിമ തഖ്റുബു മിന്നി, വേഷപ്രച്ഛന്നനായി പകല് മുഴുവൻ തന്റെ കൂടെ യാത്രയിൽ കൂടിയ ഈ സഹയാത്രികനായ തന്റെ കൂട്ടുകാരനോട് ഈ നിസ്കരിക്കാത്ത മനുഷ്യൻ ചോദിച്ചാൽ, അല്ല നീ എന്തിനാ എന്റെ അടുത്ത് നിന്ന് ഓടുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഇനി അസൈതുല്ലാഹ ഫീ മുദ്ദത്തി ഉംരി മറത്തൻ വാഹിദ ഫകുന്തു മൽഊന, ഞാൻ എന്റെ ആയുസ്സിൽ ഒരൊറ്റ പ്രാവശ്യമാണ് റബ്ബിനെ ധിക്കരിച്ചിട്ടുള്ളൂ, അള്ളാഹു പറഞ്ഞത് ചെയ്യാതിരുന്നിട്ടുള്ളൂ. അതായത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യുന്ന വിഷയം. നീയാകട്ടെ ഒരൊറ്റ പ്രാവശ്യം അള്ളാഹുവിന് വഴിപ്പെടാത്തതിന്റെ പേരിൽ ഞാൻ ശപിക്കപ്പെട്ടവനായെങ്കിൽ, നീയാവട്ടെ ഇന്നത്തെ ദിവസം നീ 3 പ്രാവശ്യം, ഇന്നത്തെ ദിവസം നീ അള്ളാഹുവിനെ എതിര് കാണിച്ചിരിക്കുന്നത് 5 പ്രാവശ്യമാണ്. അതുകൊണ്ട് നീ റബ്ബിനെ എതിര് കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു നിന്നെ പിടിച്ചു കെട്ടുമോ, റബ്ബിന്റെ അദാബ് നിന്നിലേക്ക് ഇറങ്ങുമോ എന്ന് ഞാൻ ഭാവിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഭയന്നു പോകുന്നു, നിനക്ക് വരുന്ന അദാബ് എന്നെയും ബാധിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ടെന്ന് സാക്ഷാൽ ഇബ്ലീസ് പോലും പറഞ്ഞിട്ടുണ്ടെന്ന ചരിത്രത്തിലുള്ളത്. ഏതായാലും ശ്രദ്ധിക്കാനുണ്ട്.
നമ്മുടെ നാട്ടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വീട് പാർക്കൽ വരും, കല്യാണങ്ങൾ വരും, തിരക്കുകൾ വരും. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് ഒഴിവാക്കാനുള്ളതല്ല, കൂടുതൽ ശ്രദ്ധിക്കാനുള്ളതാണ്. നമ്മളിതൊക്കെ ശ്രദ്ധിച്ചില്ലേ പിന്നെ നമുക്ക് എന്ത് മുസ്ലിം എന്നാ പറയാ? ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ. നിസ്കാരത്തെ ആരെങ്കിലും ശ്രദ്ധിച്ചാലെന്നല്ല പറഞ്ഞത്, നിസ്കാരത്തെ ആരെങ്കിലും സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം. ആ നിലക്ക് നിസ്കാരത്തെ കൊണ്ട് നടന്നാൽ ആ നിസ്കാരമാ മനുഷ്യന് പ്രകാശമാ. ആ നിസ്കാരമാ മനുഷ്യന് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പരലോകം വിജയിക്കാനുള്ള തെളിവാണ്. ആ നിസ്കാരം അവന്റെ ജീവിതത്തിന്റെ വിജയ സർട്ടിഫിക്കറ്റ് ആണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും നിസ്കാരത്തെ സശ്രദ്ധം ശ്രദ്ധിച്ചില്ല, വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ, നിസ്കരിച്ചില്ല എന്നല്ല പറഞ്ഞത്, നിസ്കാരത്തെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ ഈ പറഞ്ഞ നേട്ടങ്ങൾ കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാളിൽ അവൻ ഖാറൂന്റെയും ഫിറഔനിന്റെയും ഹാമാന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും കൂടെയാണ് നരകത്തിലേക്ക് പോവുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഹലബി ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഷറഹുൽ മനിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും നിസ്കാരത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്ന ഒരു തലമുറയായി അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ചേർക്കട്ടെ. ആ ഒരു ഗൗരവത്തിലേക്ക് ജീവിതത്തെ അള്ളാഹു എത്തിച്ചു തരട്ടെ.